ഞങ്ങളുടെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എനിക്ക് കൂട്ടായിട്ട് ചാർലി എന്നും മുറ്റത്ത് കാണും. പിന്നെ അവനുള്ള ബിസ്ക്കറ്റും കഴിച്ച് കുറച്ചു നേരം എൻ്റെ കൂടെ കളിച്ച്. എന്നാലും അവൻ്റെ കൂട്ടിലോട്ട് പോകാൻ അവനൊട്ടും ഇഷ്ടമല്ല. ഓരോ ബിസ്ക്കറ്റും കഴിച്ചിട്ട് തിരിച്ചു വരും അടുത്തതിനായിട്ട്. യാതൊരു ഇഷ്ടമില്ലാതെ ഇങ്ങനെയാണ് ഞങ്ങൾ കൂട്ടിലേക്ക് പോകുന്നത്. ഇന്നത്തെ തോരനുള്ള സാധനം നമ്മൾ ഇന്നലെയേ കണ്ടുവച്ചിരുന്നു. നമ്മുടെ സ്വന്തം കപ്പളങ്ങ, അല്ലല്ല, തിരുവനന്തപുരത്തുകാരുടെ സ്വന്തം പപ്പായ. തൊട്ടടുത്തായിട്ടേ ഒരു പാളയംകുടം കുഴയിൽ റെഡിയായി വരുന്നുണ്ട്. പക്ഷേ കംപ്ലീറ്റ് മൂപ്പ് ആയിട്ടില്ല. ഈ സിറ്റിയിലെ ലൈഫും നാട്ടിലെ ലൈഫും രണ്ടും രണ്ടാണ്. നാട്ടിലാണെങ്കിൽ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് ഒരു കപ്പളങ്ങയോ ഒരു വാഴയ്ക്കയോ ഒരു വാഴച്ചുണ്ടോ, പിന്നെ അല്ലെങ്കിൽ എന്താ, നമ്മൾ സ്വന്തമായിട്ട് നട്ടു വളർത്തുന്ന എന്തെങ്കിലും പച്ചക്കറി, അതാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുക. സിറ്റിയിൽ അങ്ങനെയല്ല. പിന്നെ സ്ഥലത്തിൻ്റെ കുറവുണ്ട് സിറ്റിയിൽ. എൻ്റെ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇവിടുത്തെ സാധനങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എടുക്കുന്നത് ഈ കപ്പളങ്ങയാണ്. അപ്പോൾ ഇത് ഇന്ന് നമ്മൾ തോരൻ വയ്ക്കും, ബാക്കിയുള്ള പകുതി നമ്മൾ നാളെ സൂക്ഷിച്ച് വയ്ക്കും, അതൊരു കറിയാക്കും. അപ്പോൾ 2 ദിവസത്തേക്കുള്ള സാധനം നമുക്ക് ഒരു കപ്പളങ്ങയിൽ നിന്ന് തന്നെ കിട്ടും. വയറിൽ അപ്സെറ്റ് ഉള്ളവർക്കും കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്കും പറ്റിയൊരു സാധനമാണ് കപ്പളങ്ങ. നമ്മളുടെ വയറിൻ്റെ ലൂബ്രിക്കേഷൻ കൂട്ടാനും നമുക്ക് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ഈ കപ്പളങ്ങയ്ക്ക് ഭയങ്കര ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഇതിനെ ഒരു തരം താഴ്ന്ന സാധനമായിട്ട് കാണണ്ട. ഇത് മെഡിസിനൽ വാല്യൂ ഉള്ള ഒരു സാധനം തന്നെയാണ്. ഇത് തനി നാടൻ കപ്പളമാണ്. അപ്പോൾ ഇവിടെ ഒരു വലുത് നിൽപ്പുണ്ട്, അത് നമ്മൾ പഴുക്കാൻ നിർത്തിയിരിക്കുകയാണ്. പിന്നെ ഇവിടെ ഉള്ള ഈ ഒരു പരുവത്തിലുള്ള ഇവനെ അങ്ങ് പറിക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് 2 ദിവസത്തെ കറിക്കുള്ള സാധനം ഈ ഒരെണ്ണത്തിൽ നിന്ന് കിട്ടും. യെസ്, അങ്ങനെ ഒരാളെ ഞാൻ പറിച്ചെടുത്തു. ഇനി ഇതിൻ്റെ ചൊന കളയണം. കപ്പളങ്ങയുടെ ചൊന കളയുന്നത് എങ്ങനെയാണെന്നല്ലേ, ദേ മണ്ണിൽ ഇങ്ങനെ ഒന്ന് കുത്തി ഉരച്ചാൽ മതി. അവരെ ദ്രോഹിക്കാതെ ഒന്ന് ഉരച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും, ആ ചൊന മുഴുവൻ പോകും. ദേ കംപ്ലീറ്റ് പോയി. ഇപ്പം ഇത് ഇവിടെ മണ്ണാണ് പുരണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിലോ ദേഹത്തോ ഒന്നും ഇതിൻ്റെ ചൊനയാവില്ല. പോകുന്ന വഴിയെ ഒരു സാധനം കൂടെ കാണിക്കാം. ഇതെൻ്റെ നാരകമാണ്. ഇല കാണത്തില്ലാത്ത രീതിയിൽ നിറച്ച് കായ്ച്ച് നിൽക്കുക. ഇതൊരു കൊല, ഇതൊന്നും മൂത്തിട്ടില്ല, നിറയെ കായ്കളാണ്. ഇത് ഈ കൊലകുത്തി കായ്ക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? അതാണിത്. നോക്ക്, നിറച്ച് കായാണ്. ഓരോ ഇല മാറ്റിയാലും അതിനടുത്തെല്ലാം കായ്കളാണ്. ഇത് നമുക്ക് അച്ചാറിടാനും കൊള്ളാം, ജ്യൂസ് അടിക്കാനും കൊള്ളാം. പക്ഷേ ജ്യൂസിന് നമുക്ക് നാരങ്ങ വെള്ളത്തിന് പിഴിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയാണ് ഈ തൊണ്ടിന്. അതുകൊണ്ട് നീര് കുറവായിട്ടേ നമുക്ക് കിട്ടുള്ളൂ. അതിന് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ തോടങ്ങ് ചെത്തിക്കളയും. എന്നിട്ട് 4 ആയിട്ട് മുറിച്ചിട്ട് മിക്സിയിലിട്ട് ഒരൊറ്റയടി, കൂടുതൽ അടിക്കരുത്, അതിൻ്റെ കയ്പറങ്ങി വരും. സൂപ്പർ നാരങ്ങ വെള്ളമാണ് ഇതിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റുക. ഇവിടെ ഒരുവിധം നല്ല പഴുത്ത 2-3 നാരങ്ങ നിൽപ്പുണ്ട്, അതുകൂടി അങ്ങ് പറിച്ചുകൊണ്ട് പോകാം. അപ്പം നമുക്ക് ജ്യൂസ് കുടിക്കാമല്ലോ. നമ്മുടെ അടുക്കളയുടെ ഈ വശത്തും ഒരു നാരകമുണ്ട്. അതിലും ഇത് നാരങ്ങ നല്ല പഴുത്ത് നിൽക്കുന്നു, കണ്ട. അപ്പോൾ അതുകൂടെ അങ്ങ് പറിച്ചേക്കാം. ഇത് നല്ല പഴുത്തതാണ്. ഇവിടെ ഉണ്ടല്ലോ പഴുത്തത്, ദേ നിൽക്കുന്നു. ഞാൻ ഇത് ചാടിക്കിടന്നാൽ ചിലപ്പം നമ്മുടെ ഇഞ്ചിയുടെ മുകളിൽ കൂടെ ആയിപ്പോവും. ദേവിക്കുന്നത് പഴുത്തതാണ്. അടുത്ത ഒരാളൂടെ. അപ്പം നല്ല നാരങ്ങകൾ കുറേ കിട്ടി. ബാക്കിയൊക്കെ ഇവിടെ നിൽക്കട്ടെ, മൂത്ത് വരുന്നതനുസരിച്ച് നമുക്ക് പറിക്കാം. ഇന്ന് നമ്മൾ കപ്പളങ്ങ പറിച്ചു, നാരങ്ങയും പറിച്ചു. എൻ്റെ ഈ സൈഡിലത്തെ പയറുകളും ഒക്കെ കായ്ച്ചു തുടങ്ങി, എല്ലാം മൂത്ത് വരുന്നതേ ഉള്ളൂ. ഇപ്പം നമ്മൾ പറിച്ചുകൊണ്ട് വന്നതാണ് ഇത്രയും നാരങ്ങയും ഈ കപ്പളങ്ങയും. കപ്പളങ്ങ പകുതി ഇന്ന് നമ്മൾ തോരൻ വയ്ക്കും, നാളെ നമ്മൾ പകുതി ചാറുവാക്കും. നാരങ്ങ ഇത്രയും പിഴിഞ്ഞു കുടിക്കാനുള്ള ആൾക്കാർ ഇപ്പം ഇവിടെ ഇല്ല. അതുകൊണ്ട് നമ്മൾ 1-2 മാറ്റി വെച്ചിട്ട് ബാക്കി മുഴുവൻ അച്ചാറിടാം. ഇതാണ് നമ്മുടെ ഓമയ്ക്ക നമ്മളിപ്പോൾ പറിച്ചുകൊണ്ട് വന്നത്. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുത്തു. ഇനി ഇതിൻ്റെ പകുതി മതി നമുക്ക് ഇന്നൊരു ദിവസത്തേക്ക്. അപ്പം പകുതി ഇങ്ങനെ എടുക്കാം. അപ്പം ഇന്നത്തേക്കുള്ളതിൻ്റെ മാത്രം നമുക്ക് തൊലി ചെത്തിയാൽ മതി, ബാക്കി നമുക്ക് നാളെ തൊലി ചെത്തിയെടുത്താൽ മതി. നമ്മുടെ ഓമയ്ക്ക് പകുതി എടുത്തു. ഇങ്ങനെ ചെറുതായിട്ട് ചനച്ച് തുടങ്ങിയിട്ടുണ്ട്, പക്ഷേ ഇതൊരു പ്രശ്നമല്ല. അപ്പോൾ അകത്തെ കുരു നല്ല രീതിയിൽ ഇങ്ങനെ പിച്ചാത്തിയുടെ അറ്റം വെച്ച്
ചുരണ്ടി അങ്ങ് കളയുക. അങ്ങനെ കുരുവൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ തൊലി ചെത്തിക്കളയണം. മറ്റേ പകുതിയുടെ തൊലി നമ്മൾ ഇന്ന് ചെത്തുന്നില്ല, കാരണം അത് തൊലി ചെത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി അങ്ങോട്ട് ഡ്രൈ ആയി പോകും. ഒരു 2-3 ദിവസം കൂടി നിന്നിരുന്നെങ്കിൽ ശരിക്കും പഴുത്തേനെ. അപ്പം ഈ തൊലിയും നമ്മൾ കളയില്ല. ഇത് നമ്മുടെ കോഴിപ്പെണ്ണുങ്ങൾക്ക് മുറിച്ചങ്ങ് കൊടുക്കും. അപ്പോൾ ഇപ്പോഴേ അതങ്ങ് വരഞ്ഞ് മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പമായി. ദേ ഇങ്ങനെ വെച്ചങ്ങ് വരഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ അവരത് മുഴുവൻ കഴിച്ചോളും. അപ്പോൾ ഒരു സാധനം എടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ളതെല്ലാം നമ്മൾ യൂസ് ചെയ്യും. നമ്മുടെ കപ്പളങ്ങയുടെ തൊലി മുഴുവനും നമ്മളിത് ചെറിയ പീസായിട്ട് അരിഞ്ഞു. ഇതെല്ലാം അപ്പം തന്നെ കോഴികളുടെ പാത്രങ്ങളിലേക്ക് പോകും. ഇങ്ങനെയുള്ളൊരു ബോക്സ് ഫോമുള്ള സാധനമാണ്. ഇതിലിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് ഉരയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത്, ആ ബോക്സിനകത്താണ് കംപ്ലീറ്റ് വന്ന് കിടക്കുക. വളരെ ഈസിയാണ്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന വഴി പെട്ടെന്ന് വേകുകയും ചെയ്യും. തിന്നായിട്ട് ഒരേ സൈസുള്ള പീസസാണ് ഈ വരുന്നത്. നമ്മൾ ഈ ചീസൊക്കെ ഇങ്ങനെ സ്ക്രേപ്പ് ചെയ്തിടുന്ന പോലെ സെയിം പ്രൊസീജിയർ. സോ ഇങ്ങനെ ഉരയ്ക്കാനൊക്കെ നമ്മൾ എണീറ്റ് നിന്ന് ചെയ്യാണ്. പെട്ടെന്ന് ചെയ്യാൻ പറ്റുക. മാക്സിമം ഫോഴ്സ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ഉരഞ്ഞ് ഇതിനകത്ത് കിടക്കുകയാണ്. ഇതിനകത്ത് ഇതങ്ങ് കളയാം, കാരണം ഇതിന് ചെറിയൊരു മധുരം കാണും. ഇതാണ് നമ്മുടെ ഓമയ്ക്ക തോരനുള്ള പപ്പായ. സോ നല്ല തിൻ പീസസ് ആയിട്ട്, തീരെ തിന്നായിട്ട് കറക്റ്റ് തോരൻ വെക്കാനുള്ള പരുവത്തിൽ നമുക്ക് കിട്ടി.